ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റഷ്യൻ വിപ്ലവത്തിന്റെ രണ്ടാം ഭാഗമാണ്. ആദ്യ ഭാഗം എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ല എങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ ഇപ്പോൾ ലിങ്ക് വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക. അതിനുശേഷം രണ്ടാം ഭാഗവും കാണുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയത് എഴുത്തുകാർ വരെയായിരുന്നു. റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 എഴുത്തുകാരുടെ പേരുകൾ വരെ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇന്നതിന്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് ഉടനെ പോവുകയാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഏവ? ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഏവ? ഭൂമി, ആഹാരം, സമാധാനം. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഭൂമി, ആഹാരം, സമാധാനം. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഭൂമി, ആഹാരം, സമാധാനം. വേറെയും പല മുദ്രാവാക്യങ്ങളുണ്ട്. കൃഷിഭൂമി കർഷകന്, ഭക്ഷണം പാവപ്പെട്ടവന്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും. അപ്പോൾ കൃഷിഭൂമി കർഷകന്, ഭക്ഷണം പാവപ്പെട്ടവർക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും. ഇങ്ങനെയുമുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. അപ്പം റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഭൂമി, ആഹാരം, സമാധാനം. നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ എന്താണ് പഠിച്ചത്? ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രെറ്റർണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നാണ് പഠിച്ചത്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഭൂമി, ആഹാരം, സമാധാനം. സോവിയറ്റ് യൂണിയന്റെ ശില്പി ആരാണ്? ഉത്തരം ലെനിനാണ്. സോവിയറ്റ് യൂണിയന്റെ ശില്പി ലെനിനാണ്. അടുത്ത നോക്കിയേ. USSR രൂപീകൃതമായത് എന്നാണ്? USSR രൂപീകൃതമായത് 1922 1922 USSR എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഒന്നാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷമാണ് ഉണ്ടായത്. 1922 USSR രൂപീകൃതമായത്. പക്ഷെ USSR പിരിച്ചുവിട്ടത് എന്നാണ്? 1991 1991 USSR പിരിച്ചുവിട്ടത്. 1991 USSR പിരിച്ചുവിട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് USSR പിരിച്ചുവിട്ടത്. USSR പിരിച്ചുവിടുന്നത് 1991. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഭൂമി, ആഹാരം, സമാധാനം. സോവിയറ്റ് യൂണിയന്റെ ശില്പി ആരാണ്? ലെനിനാണ്. വ്ളാഡിമിർ ലെനിൻ എന്നാണ് മുഴുവൻ പേര്. USSR രൂപീകൃതമായത് 1922 പക്ഷെ പിരിച്ചുവിടുന്നത് 1991. അടുത്ത ചോദ്യം. കാറൽ മാർക്സിന്റെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? കാറൽ മാർക്സിന്റെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? ഉത്തരം ദാസ് ക്യാപിറ്റൽ ആണ്. ദാസ് ക്യാപിറ്റൽ ആണ് കാറൽ മാർക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. കാറൽ മാർക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണ്? ഡസ് ക്യാപിറ്റൽ. അടുത്ത ചോദ്യം നോക്കിയേ. ദാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ച വർഷം. ദാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഉത്തരം 1867 ആണ്. 1867 കാറൽ മാർക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായ ദാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ചത്. ദാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ചത് 1867 1867. അടുത്തത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച വർഷം 1848 1848. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചത് 1848 1848. ഓർത്തിരിക്കുക, 1848 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരൊക്കെ ചേർന്നാണ് രചിച്ചത്? കാറൽ മാർക്സും ഫെഡറിക് എംഗൽസും ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിക്കുന്നത്. കാറൽ മാർക്സും ഫെഡറിക് എംഗൽസും ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിക്കുന്നത്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഭൂമി, ആഹാരം, സമാധാനം. സോവിയറ്റ് യൂണിയന്റെ ശില്പി ലെനിനാണ്. USSR രൂപീകൃതമായത് 1922 USSR പിരിച്ചുവിട്ടത് 1991. കാറൽ മാർക്സിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ദാസ് ക്യാപിറ്റൽ. ദാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ച വർഷം 1867. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച വർഷം 1848. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചത് കാറൽ മാർക്സും ഫെഡറിക് എംഗൽസും ചേർന്നാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഭൂമി, ആഹാരം, സമാധാനം. സോവിയറ്റ് യൂണിയന്റെ ശില്പി എന്നറിയപ്പെടുന്ന ലെനിനാണ്. USSR രൂപീകൃതമാകുന്നത് 1922 പിരിച്ചുവിടുന്നത് 1991. കാറൽ മാർക്സിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ദാസ് ക്യാപിറ്റൽ. ദാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ച വർഷം 1867. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചത് 1848. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചത് കാറൽ മാർക്സും ഫെഡറിക് എംഗൽസും ചേർന്നാണ്. അടുത്ത ചോദ്യം നോക്കിയേ. അമ്മ എന്ന പ്രശസ്ത കൃതി രചിച്ചത് ആരാണ്?
ദ മദർ അഥവാ അമ്മ എന്ന പ്രശസ്ത കൃതി രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. മാക്സിം ഗോർക്കി റഷ്യയിലെ ആ സമയത്തെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. മാക്സിം ഗോർക്കിയുടെ ആത്മകഥ ഏതാണ്? മൈ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളതാണ്. മാക്സിം ഗോർക്കിയുടെ ആത്മകഥ ഏതാണ്? മൈ യൂണിവേഴ്സിറ്റീസ്. കാറൽ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളി ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. സ്വദേശാഭിമാനിയെ നാടുകടത്തിയത് എന്നാണ്? 1910 സെപ്റ്റംബർ 26-നാണ് അദ്ദേഹത്തെ നാടുകടത്തിയത്. അദ്ദേഹത്തെ നാടുകടത്തിയത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ മദ്രാസിലെ അരുവായ്മൊഴി എന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹത്തെ നാടുകടത്തിയത്. സ്വദേശാഭിമാനിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടുകടത്തൽ. എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനിക്ക് ആ പേര് ലഭിച്ചത് മലേഷ്യ സന്ദർശനത്തിനിടയിൽ അവിടുത്തെ മലയാളികൾ അദ്ദേഹത്തെ സ്വദേശാഭിമാനി എന്ന് വിളിക്കുന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന പേര് ലഭിക്കുന്നത്. അപ്പോൾ അമ്മ എന്ന പ്രശസ്ത കൃതി ആരുടേതാണ്? മാക്സിം ഗോർക്കിയുടേതാണ്. മാക്സിം ഗോർക്കിയുടെ ആത്മകഥയാണ് മൈ യൂണിവേഴ്സിറ്റീസ്. കാറൽ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനിയെ നാടുകടത്തിയത് എന്നാണ്? 1910 സെപ്റ്റംബർ 26-നാണ് നാടുകടത്തിയത് മദ്രാസിലെ അരുവായ്മൊഴിയിലേക്കാണ്. സ്വദേശാഭിമാനിയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ എന്നുള്ളതാണ്. സ്വദേശാഭിമാനിക്ക് ആ പേര് ലഭിച്ചത് മലേഷ്യ സന്ദർശനത്തിനിടയിൽ വെച്ചാണ്. കാറൽ മാർക്സ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഗാന്ധിജി എന്നിവരുടെ ജീവചരിത്രം രചിച്ച ആദ്യ വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന കൃതി എഴുതിയത് ആരാണ്? ജോൺ റീഡ് ആണ്. സോ അമ്മ എന്ന പ്രശസ്ത കൃതി രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. മാക്സിം ഗോർക്കിയുടെ ആത്മകഥയുടെ പേരാണ് മൈ യൂണിവേഴ്സിറ്റീസ്. കാറൽ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളി ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. സ്വദേശാഭിമാനിയെ നാടുകടത്തിയത് എവിടേക്കാണ്? മദ്രാസിലെ അരുവായ്മൊഴിയിലേക്കാണ്. എന്നാണത്? 1910 സെപ്റ്റംബർ 26-നാണ്. സ്വദേശാഭിമാനിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ നാടുകടത്തൽ എന്നുള്ളതാണ് സ്വദേശാഭിമാനിയുടെ ആത്മകഥ. സ്വദേശാഭിമാനിക്ക് ആ പേര് ലഭിക്കുന്നത് മലേഷ്യ സന്ദർശനത്തിനിടയിൽ അവിടുത്തെ മലയാളികളാണ് അദ്ദേഹത്തിന് ആ പേര് നൽകുന്നത്. കാറൽ മാർക്സ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഗാന്ധിജി എന്നിവരുടെ ജീവചരിത്രം രചിച്ച ആദ്യ വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന കൃതി എഴുതിയത് ആരാണ്? ജോൺ റീഡ് ആണ്. ജോൺ റീഡ്. അപ്പോൾ അമ്മ എന്ന പ്രശസ്ത കൃതി രചിച്ചത് മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കിയുടെ ആത്മകഥ മൈ യൂണിവേഴ്സിറ്റീസ്. കാറൽ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനിയെ നാടുകടത്തിയത് 1910 സെപ്റ്റംബർ 26. എവിടേക്കാണ്? മദ്രാസിലെ അരുവായ്മൊഴിയിലേക്ക്. അദ്ദേഹത്തിന്റെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനിക്ക് ആ പേര് ലഭിച്ചത് മലേഷ്യ സന്ദർശനത്തിനിടയിൽ. കാറൽ മാർക്സ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഗാന്ധിജി എന്നിവരുടെ ജീവചരിത്രം രചിക്കുന്ന ആദ്യ വ്യക്തിയും സ്വദേശാഭിമാനിയാണ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന കൃതി രചിച്ചത് ജോൺ റീഡ് ആണ്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞു. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഭൂമി, ആഹാരം, സമാധാനം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ എന്തായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഭൂമി, ആഹാര, സമാധാനം. സോവിയറ്റ് യൂണിയന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ലെനിനാണ്. സോവിയറ്റ് യൂണിയൻ അഥവാ USSR രൂപീകൃതമായത് 1922-ലാണ്. USSR പിരിച്ചുവിടുന്നത് 1991-ലുമാണ്. കാറൽ മാർക്സിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഡാസ് ക്യാപിറ്റൽ. ഡാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിക്കുന്നത് 1867-ലാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ്? 1848-ൽ. ആരൊക്കെ ചേർന്നാണ്? കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്നാണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ അമ്മ എന്ന പ്രശസ്ത കൃതി മാക്സിം ഗോർക്കിയുടെയാണ്. മാക്സിം ഗോർക്കിയുടെ ആത്മകഥയാണ് മൈ യൂണിവേഴ്സിറ്റീസ്. കാറൽ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനിയെ നാടുകടത്തിയത് 1910 സെപ്റ്റംബർ 26-ാണ്. എവിടേക്കാണ്? മദ്രാസിലെ അരുവായ്മൊഴിയിലേക്ക്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. പിന്നെ സ്വദേശാഭിമാനിക്ക് പേര് ലഭിക്കുന്നത് മലേഷ്യ സന്ദർശനത്തിനിടയിൽ വെച്ചാണ്. കാറൽ മാർക്സ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഗാന്ധിജി എന്നിവരുടെ ജീവചരിത്രം രചിച്ച ആദ്യ വ്യക്തിയും സ്വദേശാഭിമാനിയാണ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന കൃതി രചിച്ചത് ജോൺ റീഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിലൊക്കെ ആയിട്ട് ഇപ്പം 3 പേരുടെ ആത്മകഥ പറഞ്ഞു അല്ലേ? ഫ്രഞ്ച് വിപ്ലവം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ റൂസോയുടെ ആത്മകഥയുടെ പേര് പറഞ്ഞു. ഏതായിരുന്നു? റൂസോയുടെ ആത്മകഥയുടെ പേരായിരുന്നു കൺഫെഷൻസ്. അപ്പൊ മാക്സിം ഗോർക്കിയുടേത് മൈ യൂണിവേഴ്സിറ്റീസും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേത് എൻ്റെ നാടുകടത്തൽ. ഇപ്പം 3 നമ്മൾ പഠിച്ചു. ഇനി നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോയേക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റഷ്യൻ ചലച്ചിത്രകാരനായ സെർഗീൻ ഐൻസ്റ്റീൻ റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു യഥാർത്ഥ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ചലച്ചിത്രം നിർമ്മിക്കുകയുണ്ടായി.
ആ ചലച്ചിത്രം ഏതാണ് എന്നുള്ളതാണ് ഉത്തരം. ബാറ്റിൽ ഷിപ്പ് പൊട്ടേങ്കീൻ എന്നുള്ളതാണ്. ഏതാണ് ആ ചലച്ചിത്രം? ബാറ്റിൽ ഷിപ്പ് പൊട്ടേങ്കീൻ എന്നതാണ്. ബാറ്റിൽ ഷിപ്പ് പൊട്ടേങ്കീൻ. സെർഗി ഐൻസ്റ്റീൻ എന്ന റഷ്യൻ ചലച്ചിത്രകാരൻ റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ചലച്ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടേങ്കീൻ. അടുത്ത ചോദ്യം, ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിൻ ആണ്. വ്ളാഡിമർ ലെനിൻ ആണ് ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കി, അതൊരു കൊട്ടേഷൻ ആണ്, നോക്കാം. ഞങ്ങൾ തൊഴിലാളികളാണ്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മുതൽ കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവവും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. ഞങ്ങൾ തൊഴിലാളികളാണ്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മുതൽ കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവവും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. ഇത് ആരുടെ വാചകങ്ങളാണ്? ഞങ്ങൾ തൊഴിലാളികളാണ്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മുതൽ കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവവും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് എന്ന് പറഞ്ഞത് മാക്സിം ഗോർക്കിയാണ്. മാക്സിം ഗോർക്കിയാണ്. റഷ്യൻ വിപ്ലവത്തിന് കാരണമായ ഒരു കപട സന്യാസി ഉണ്ടായിരുന്നു. ആ കപട സന്യാസിയുടെ പേരാണ് റാസ്പുടിൻ. എന്താണ്? റാസ്പുടിൻ. റഷ്യൻ വിപ്ലവത്തിന് കാരണമായ കപട സന്യാസി ആരാണ്? റാസ്പുടിൻ. ഈ കപട സന്യാസിയായ റാസ്പുട്ടിന്റെ ചില ഉപദേശങ്ങൾ കാരണം സാർ ചക്രവർത്തിമാർ ഭരണം നടത്തിയത് കൊണ്ടാണ് റഷ്യൻ വിപ്ലവം ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ടത് വരുന്നത്. അടുത്തത്, റഷ്യയുടെ ഇപ്പോഴത്തെ തലസ്ഥാനം ഏതാണ്? മോസ്കോയാണ് റഷ്യയുടെ തലസ്ഥാനം. വിദ്യാർത്ഥി നഗരം എന്നറിയപ്പെടുന്നത് മോസ്കോയാണ്. വിദ്യാർത്ഥി നഗരം എന്നറിയപ്പെടുന്നത് മോസ്കോയാണ്. റഷ്യയുടെ കായിക വിനോദമാണ് ചെസ്. റഷ്യയുടെ കായിക വിനോദം ഏതെന്ന് ചോദിച്ചാൽ ചെസ് ആണ്. റഷ്യൻ പാർലമെന്റ് ഇന്നും അറിയപ്പെടുന്നത് ദ്യൂമ എന്നാണ്. അപ്പോൾ സെർഗി ഐൻസ്റ്റീൻ എന്ന റഷ്യൻ ചലച്ചിത്രകാരൻ റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ചലച്ചിത്രം ഏതാണ്? ബാറ്റിൽ ഷിപ്പ് പൊട്ടേങ്കീൻ എന്നുള്ളതായ ചലച്ചിത്രമാണ്. സെർഗി ഐൻസ്റ്റീൻ എന്ന റഷ്യൻ ചലച്ചിത്രകാരൻ റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ചലച്ചിത്രം ഏതാണ്? ബാറ്റിൽ ഷിപ്പ് പൊട്ടേങ്കീൻ എന്നുള്ളതാണ്. ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിൻ ആണ്. ഞങ്ങൾ തൊഴിലാളികളാണ്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മുതൽ കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവവും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണെന്ന് പറഞ്ഞത് മാക്സിം ഗോർക്കിയാണ്. റഷ്യൻ വിപ്ലവത്തിന് കാരണമായ കപട സന്യാസി ആരാണ്? റാസ്പുടിനാണ്. റഷ്യയുടെ തലസ്ഥാനം മോസ്കോയാണ്. വിദ്യാർത്ഥി നഗരം എന്നറിയപ്പെടുന്നത് മോസ്കോയാണ്. റഷ്യയുടെ കായിക വിനോദം ചെസ് ആണ്. റഷ്യൻ പാർലമെന്റ് അറിയപ്പെടുന്നതാണ് ദ്യൂമ. എന്താണ്? ദ്യൂമ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ കഴിയുമ്പോൾ നമ്മുടെ റഷ്യൻ വിപ്ലവം കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുതലുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. റഷ്യൻ വിപ്ലവം നടന്നത് 1917 പ്രധാനപ്പെട്ട നേതാവായിരുന്നു വ്ളാഡിമർ ലെനിൻ. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ഭരണാധികാരിയായിരുന്നു സർ നിക്കോളാസ് രണ്ടാമൻ. റഷ്യൻ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്നത് സർ ചക്രവർത്തിമാരെന്നായിരുന്നു. റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നത് 1905 രക്തരൂക്ഷിത ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് 1905 ജാനുവരി 9 ഞായറാഴ്ചയാണ് രക്തരൂക്ഷിത ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. അപ്പോൾ റഷ്യൻ വിപ്ലവം നടന്ന 1917, നേതാവ് വ്ളാഡിമർ ലെനിൻ, പ്രവാചകൻ ലിയോ ടോൾസ്റ്റോയ്, ആ സമയത്ത് ഭരണാധികാരിയായിരുന്നു സർ നിക്കോളാസ് രണ്ടാമൻ. റഷ്യൻ ചക്രവർത്തിമാർ അറിയപ്പെടുന്നത് സർ ചക്രവർത്തിമാരെന്നായിരുന്നു. ജപ്പാനും റഷ്യയും തമ്മിലൊരു യുദ്ധം ഉണ്ടായത് 1905 രക്തരൂക്ഷിത ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് 1905 ജനുവരി 9 രക്തരൂക്ഷിത ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. അത് ഓർത്തിരിക്കുക. റഷ്യയുടെ അന്നത്തെ തലസ്ഥാനം ഏതാണ്? പെട്രോഗ്രാഡ് ആണ് റഷ്യയുടെ അന്നത്തെ തലസ്ഥാനം. റഷ്യയുടെ അന്നത്തെ തലസ്ഥാനം ഏതാണ്? പെട്രോഗ്രാഡ് ആണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകൃതമാകുന്നത് 1898 ആ പാർട്ടിയാണ് പിന്നീട് രണ്ടായി മെൻഷെവിക് പാർട്ടി എന്നും ബോൾഷെവിക് പാർട്ടി എന്നും തിരിയുന്നത്. മെൻഷെവിക് പാർട്ടി ഒരു മൈനോറിറ്റി പാർട്ടിയായിരുന്നു. ബോൾഷെവിക് ഒരു മെജോറിറ്റി പാർട്ടിയായിരുന്നു. മെൻഷെവിക് പാർട്ടിയുടെ നേതാവായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി. ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായിരുന്നു ലെനിനും ട്രോട്സ്കിയും. മാർക്സിസം എന്ന ആശയം കൊണ്ടുവരുന്നതും റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് 1914 പിന്നീട് 1917 മാർച്ച് 8 ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത്. ഫെബ്രുവരി വിപ്ലവത്തിന് തുടർന്ന് നേതൃത്വത്തിൽ വന്നത് അലക്സാണ്ടർ കെറൻസ്കിയാണ്. അപ്പം അത് മെൻഷെവിക് പാർട്ടിയാണ്. പിന്നെ
ഒക്ടോബർ വിപ്ലവം ഉണ്ടാവുന്നു. ഒക്ടോബർ വിപ്ലവം നടക്കുന്ന 1917 നവംബർ 7-നാണ്. ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബോൾഷെവിക്കാണ്. ബോൾഷെവിക്കയുടെ നേതാക്കൾ ആരൊക്കെയാണ്? ലെനിനും ട്രോട്സ്കിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റഷ്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1924-ലാണ്. സോവിയറ്റ് എന്നാൽ സമരം നടത്തുന്നതിനായി തൊഴിലാളികൾ രൂപീകരിച്ച സംഘങ്ങളെയാണ് സോവിയറ്റ് എന്ന് പറയുന്നത്. ആ സമയത്തെ റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്തകർ കാറൽ മാർക്സും ഫെഡറിക് എംഗൽസുമാണ്. എഴുത്തുകാർ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആൻഡോ ചെക്കോവ് എന്നിവരാണ്. ഇനി റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, ആഹാരം, സമാധാനം. ഏതൊക്കെയാണ്? ഭൂമി, ആഹാരം, സമാധാനം. സോവിയറ്റ് യൂണിയന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ലെനിനാണ്. USSR രൂപീകൃതമായത് 1922-ലും USSR പിരിച്ചുവിടുന്നത് 1991-ലുമാണ്. കാറൽ മാർക്സിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഡസ് ക്യാപിറ്റൽ. പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ്? 1867-ലാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചത് ആരൊക്കെ ചേർന്നാണ്? കാറൽ മാർക്സും ഫെഡറിക് എംഗൽസും ചേർന്നാണ്. അത് പ്രസിദ്ധീകരിക്കുന്നത് 1848-ലും ആണ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ സ്വദേശാഭിമാനിയെ കുറിച്ച് പഠിച്ചു. സ്വദേശാഭിമാനിയുടെ നാട് കടത്തുന്നത് 1910 സെപ്റ്റംബർ 26-നാണ്. നാട് കടത്തിയത് മദ്രാസിലെ അരിവായ്മൊഴി എന്ന സ്ഥലത്തേക്കാണ്. അമ്മ എന്ന പ്രസിദ്ധ കൃതി ആരുടേതാണ്? മാക്സിം ഗോർക്കിയുടേതാണ്. മാക്സിം ഗോർക്കിയുടെ ആത്മകഥയാണ് മൈ യൂണിവേഴ്സിറ്റീസ്. കാറൽ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിന് ആ പേര് ലഭിക്കുന്നത് മലേഷ്യയിലെ സന്ദർശനത്തിനിടയിലാണ്. അപ്പോൾ ഗാന്ധിജി, കാറൽ മാർക്സ്, പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരുടെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തിയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. പിന്നെ നമ്മൾ ഒരാളെ കുറിച്ചും പഠിച്ചു. ജോൺ റീഡിന്റെ ഒരു കൃതിയും നമ്മൾ പഠിക്കുകയുണ്ടായി. പിന്നെ സെർഗി ഐൻസ്റ്റീൻ എന്ന റഷ്യൻ ചലച്ചിത്രകാരൻ റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ചലച്ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടേങ്കിൻ എന്നത്. പിന്നെ ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ്. ഞങ്ങൾ തൊഴിലാളികളാണ്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മുതൽ കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വവും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് എന്ന് പറയുന്നത് മാക്സിം ഗോർക്കിയാണ്. റഷ്യൻ വിപ്ലവത്തിന് കാരണമായ കപട സന്യാസി റാസ്പുട്ടിനാണ്. റഷ്യയുടെ തലസ്ഥാനം മോസ്കോയാണ്. വിദ്യാർത്ഥി നഗരം എന്നറിയപ്പെടുന്നത് മോസ്കോയാണ്. റഷ്യയുടെ കായിക വിനോദമാണ് ചെസ്. റഷ്യൻ പാർലമെന്റ് ഇന്നും അറിയപ്പെടുന്നത് ഡ്യൂമ എന്നുള്ളതാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവം ഇവിടെ തീരുകയാണ്. റഷ്യൻ വിപ്ലവമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് മാത്രം നോക്കിക്കൊണ്ട് പോവുക. മുഴുവൻ മാർക്കും റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതിൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് നേടാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനി വരുന്നത് വരേക്കും ബൈ.